video. Allow me to start the video. Mate, it's not on. Uncle, try it. Sorry. Okay. Now it's okay. Fine. Thank you. Let us thank God for helping us to come together once again to study the God's word. പിന്നെ നമുക്ക് ഒരിക്കൽ കൂടെ ദൈവവചനം പഠിക്കുവാനായി കടന്നു വരുവാനിടയായതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Shall we read Psalm 23 once again? നമുക്ക് ഒരിക്കൽ കൂടെ 23-ാം സങ്കീർത്തനം ഒരാവർത്തി വായിക്കാം. സങ്കീർത്തനം 23. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞ കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. May the Lord bless the reading of this scriptural portion. ഈ തിരുവചന ഭാഗത്തിന്റെ വായനയെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. Yesterday we were considering about the verse 2, he maketh me to lie down in green pasture. നാം ഇന്നലെ കഴിഞ്ഞ ദിവസം 2-ാം വാക്യമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. And as I told you, it is the way in which the shepherd takes care, we understand from this verse. ഒരു ഇടയൻ ആടിനെ എങ്ങനെ കരുതുന്നു എന്നുള്ളത് നാം ആ ഒരു വാക്യഭാഗത്തിൽ നിന്ന് കാണുകയുണ്ടായി. Only shepherd knows how to make the sheep to lie down in the green pasture. ഒരു ഇടയന് മാത്രമേ ആടിനെ പച്ചപ്പുൽപ്പുറത്ത് കിടത്തുന്നതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവനെ അത് അറിയുന്നുള്ളൂ. As I told you yesterday, how mothers know how to make the children to sleep in the night. നാം ഇന്നലെ ഓർത്തതുപോലെ എങ്ങനെ അമ്മമാർ കുഞ്ഞുങ്ങളെ രാത്രിയിൽ ഉറങ്ങുവാൻ ആ രീതിയിൽ കിടത്തുന്നു എന്നുള്ളത് അവർക്ക് നന്നായി അറിയാമല്ലോ. So likewise, the shepherd will provide all the needed things for the sheep to lie down on a green pasture. അതുപോലെ തന്നെ ആവശ്യമായതൊക്കെയും ആ ആടിന് പച്ചപ്പുൽപ്പുറത്ത് കിടക്കുവാൻ ആവശ്യമായതൊക്കെയും നൽകി ആ രീതിയിൽ അതിനെ നടത്തുന്നു ഇടയൻ. And we have read yesterday this verse, Ezekiel 34 verse 15. It says that I will feed my flock and will cause them to lie down. I will make them to lie down. That's what we read here. നാം ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അവൻ ഈ ആടിനെ ആവശ്യമായ ആഹാരം നൽകി ആ രീതിയിൽ അതിനെ പച്ചപ്പുൽപ്പുറത്ത് കിടത്തുകയാണ്. And yesterday I told you the 4 requirements for a sheep to lie down in a green pasture. ഒരു ആടിനെ പച്ചപ്പുൽപ്പുറത്ത് കിടക്കുവാൻ ആവശ്യമായ 4 കാര്യങ്ങൾ നാം ഇന്നലെ ചിന്തിച്ചു. If these 4 requirements are not there, a sheep will not lie down in a green pasture. ഈ 4 കാര്യങ്ങളും നന്നായി നടക്കുന്നില്ലെങ്കിൽ ആട് പച്ചപ്പുൽപ്പുറത്ത് കിടക്കുന്ന അനുഭവത്തിൽ ഉണ്ടാവുകയില്ല. You know, David was a shepherd himself. He knows how to make the sheep to lie down. നമുക്കറിയാം, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു താൻ തന്നെ. അതുകൊണ്ട് ഒരു ആടിനെ എങ്ങനെ കിടത്തണമെന്ന് തനിക്കറിയാം. So when he says he maketh me, means he knows that the shepherd cares so much that he provides all my needs. അവൻ എന്നെ കിടത്തുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ ഈ ആടിന്റെ അനുഭവം, ആടിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് ഇടയൻ എന്നുള്ള നിലയിൽ തനിക്ക് തിരിച്ചറിയാമായിരുന്നു. The first one we have considered yesterday, the sheep should be free from fear, then only it will lie down on a green pasture. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്, ആദ്യമായിട്ട് ആടിന് ഭയത്തിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാകണം. Secondly, the sheep should be free from friction. രണ്ടാമത് നാം കണ്ട ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് ആടിന് ഒരു മുക്തി ഉണ്ടാവണം. You know, the sheep has a lot of enemies, or various parasites are there causing a lot of trouble for the sheep, and it should be free from these parasites, especially the flies. Then only it will lie down on a green pasture. തന്റെ ജീവിതത്തെ ശല്യപ്പെടുത്തുന്ന മറ്റ് ജീവികളിൽ നിന്നും പ്രാണികളിൽ നിന്നും ഈച്ചകളിൽ നിന്നൊക്കെ തനിക്ക് ഒരു മുക്തി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആട് സ്വസ്ഥമായി കിടന്നുറങ്ങുകയുള്ളൂ. The fourth thing, the sheep should know that there are sufficient food is available. If there is no sufficient food, it will not lie down on a green pasture. നാലാമതായി ഈ ആടിന് വ്യക്തമായ ബോധ്യമുണ്ടാകേണ്ടത് തനിക്ക് ആവശ്യമായ ആഹാരമുണ്ട് എന്നുള്ളത്, അഥവാ ക്ഷാമത്തിൽ നിന്നുള്ള ഒരു മുക്തി. As I told you, God has created the sheep with the inborn nature of having fear.
നാം കാണുകയുണ്ടായി, ആടിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നിലുള്ള ആ ഒരു ഭയത്തിന്റെ സ്വഭാവത്തോടെയാണ്. It has a timid nature, so it is always having fear in its heart. തനിക്ക് എപ്പോഴും ഭയത്തിന്റെ ഒരു അനുഭവം ആടിന് സ്വയമായിട്ട് ഉണ്ട്. But as long as it is filled with the fear, it will not lie down on a green pasture. ഈ ഒരു ഭയത്തിന്റെ അനുഭവത്തിലാണെങ്കിൽ തീർച്ചയായും ഈ ആട് പച്ചപ്പുൽപ്പുറത്ത് കിടക്കുകയില്ല. Only one thing it can be relieved from the fear, when it is seeing that the presence of the shepherd near to that, it will be free from fear. ഈ ഭയത്തിൽ നിന്ന് ആടിനെ വിമുക്തമാക്കുന്നത് ഈ ഇടയന്റെ സാമീപ്യമാണ്. ഇടയൻ അടുത്തുണ്ട് എന്ന് കാണുമ്പോൾ താൻ അത് ഭയമില്ലാതെ കിടന്നുറങ്ങും. So shepherd knows it very well. So he always will love to be with the sheep so that it will lie down on a green pasture. ഇടയനും ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ആടിന്റെ കൂടെയാണ് പലപ്പോഴും ഇടയന്മാർ ഉണ്ടാകുന്നത്. കാരണം അങ്ങനെയാണെങ്കിലേ ഈ ആട് കിടക്കുകയുള്ളൂ. So we'll look at that Isaiah 43. We are very familiar with that verse. Verse 1 and 2 says that God says to Jacob, "Fear not, I will be with thee." യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോബിനോട് ദൈവം പറയുന്ന വാക്കുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് യാക്കോബിനോട് ദൈവം പറയുകയാണ്. I think if you can read that verse is good. The verse 2 especially. Yesterday we read verse 1. Well, let us read verse 2 also. Say that, "Fear not, I will be with thee." Then verse 2 he says. ഒന്നാമത്തെ വാക്യത്തിൽ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാം വാക്യത്തിൽ പിന്നെയും ദൈവം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. Yeah, sometimes you may have to pass through the water. I will be with you. ഒരുപക്ഷെ ചില സമയത്ത് നിനക്ക് വെള്ളത്തിൽ കൂടി കിടക്കേണ്ട അനുഭവം വന്നേക്കാം. എന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. It is not saying that if you will pass, it says that when you pass. That is very important usage. നീ കടക്കുമ്പോൾ അല്ലെങ്കിൽ കടക്കേണ്ടി വരും എന്നല്ല, നീ കടക്കുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ എന്നാണ് ദൈവം പറയുന്നത്. It is very clear that in the Christian life, sometimes we have to pass through the water. It is a part of our life. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം വെള്ളത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. Otherwise, the would have used if you pass. If means may be there or may not be there, but not like that. When thou pass through the water, that means sometimes we have to pass through the water. Sometimes we have to pass through the fire. അവിടെ എഴുതിയിരിക്കുന്നത് നീ വെള്ളത്തിൽ കൂടി കടന്നാൽ എന്നല്ല എഴുതിയിരിക്കുന്നത്, നീ കടക്കുമ്പോൾ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം അങ്ങനെ കടക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ വരും, തീർച്ചയായും വരികയും ആ രീതിയിലുള്ള സന്ദർഭത്തിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുകയും ചെയ്യും. So Lord is always with us, whatever may be the situation. His presence He has promised to us. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും തീർച്ചയായും ദൈവം തന്റെ സാന്നിധ്യം നമ്മോട് ആ രീതിയിൽ വാഗ്ദത്തം ചെയ്തവനാണ്. We have a beautiful example in the history when the 3 men they were thrown into the fire. What happened? നമുക്കറിയാം ചരിത്രത്തിൽ നിന്ന് 3 ചെറുപ്പക്കാരെ ആ ഒരു തീച്ചുള്ളിയുടെ അനുഭവത്തിൽ ഇട്ടപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം നന്നായി. Shadrach, Meshach and Abednego. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ They knew that the God will deliver them, but even if He is not delivered, they said, "We are not going to worship the image of the king." അവർക്ക് നന്നായി അറിയാമായിരുന്നു ദൈവം അവരെ വിടുവിക്കും എന്ന്. എന്നാൽ അവർ പറഞ്ഞത്, ഈ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഏതുമില്ല എന്നാണ് അവർ പറയുന്നത്. The mighty king, the Nebuchadnezzar, decided to throw them into the fire. ഈ ശക്തനായ രാജാവ് നെബൂഖദ്നേസർ അവരെ തീച്ചൂളയിലിട്ട് കളയുവാനായി തീരുമാനിക്കുന്നു. Then when he was looking at the fire, he got so surprised that someone else is there and his face is like the face of an angel. എന്നാൽ ഈ രാജാവ് ആ തീച്ചൂളയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ താൻ തന്നെ ഭയചോദനയാണ്. മറ്റൊരാൾ കൂടെ അവിടെ നടക്കുന്നു, ദൂതനെ പോലെ, ദേവദൂതനെ പോലെ കാണപ്പെടുന്നു. Yes, because of the presence of that angel, we see that nothing happened to these 3 men. ആ ദേവദൂതന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ 3 ചെറുപ്പക്കാർക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് നാം കാണുന്നു. Yes, God is always with us. He gives us grace to overcome the difficulties. തീർച്ചയായും ദൈവം എല്ലാ സന്ദർഭത്തിലും നമ്മോട് കൂടെയുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ അവൻ നമുക്ക് നൽകും. One thing we should understand, God never says that you will not go through the fire, you will not go through the water. We may go through the water and fire, but He will give us the grace to withstand that. എന്നാൽ ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ദൈവം പറഞ്ഞിരിക്കുന്നത് നീ ഒരു കാലത്തും തീയുടെ അനുഭവത്തിലോ വെള്ളത്തിന്റെ അനുഭവത്തിലോ കടക്കുകയില്ല എന്നല്ല, മറിച്ച് അത്തരം സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിനക്ക് ആവശ്യമായ കൃപ നൽകും എന്നാണ് ദൈവം പറയുന്നത്.
Sometimes we wonder, oh God, why this sickness to me? ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ നാം ചിന്തിക്കാം, എന്തുകൊണ്ട് ദൈവമേ എനിക്ക് ഈ അസുഖത്തിന്റെ അവസ്ഥ, Why this difficulty for my children? എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കഷ്ടപ്പാടിന്റെ അനുഭവം? Yes, the difficulties are part of our life, especially life itself. But for believer also, that difficulties are there. കഷ്ടങ്ങളുടെ അനുഭവം തീർച്ചയായും ജീവിതത്തിന്റെ ഭാഗമാണ്. വിശ്വാസികളുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. But as believers, we have the presence of God with us, and He gives the grace to withstand that difficulties. എന്നാൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അവൻ നമുക്ക് ഈ സന്ദർഭങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ കൃപ നൽകും. Yes, we know about the Stephen who became the first martyr. നമുക്കറിയാം ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനെ കുറിച്ച്. They were stoning him. Even in the midst of the stoning and the suffering, his face was like the face of an angel. നമുക്കറിയാം അവർ അവനെ കല്ലെറിയുകയായിരുന്നു. ആ കല്ലേറിന്റെ അനുഭവത്തിൽ കൂടെയും ആ സന്ദർഭത്തിൽ പോലും അവന്റെ മുഖം ഒരു ദേവദൂതനെ പോലെ പ്രകാശിക്കുന്നു. When he looked at heaven, he saw the Son of Man standing there to receive him, and he saw the glory of God there. അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ദൈവപുത്രൻ അവനെ സ്വീകരിക്കുവാനായി എഴുന്നേറ്റ് നിൽക്കുന്നതും ദൈവത്തിന്റെ മഹത്വവും അവൻ കാണുകയാണ്. Yes, Jesus Christ is, we see always in the Hebrews, he is seated upon the right hand of God. But in Acts chapter, we read him standing to receive his beloved servant. നാം ഇബ്രായ ലേഖനത്തിൽ കാണുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തെഫാനോസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. Yeah, sometimes we have to pass through such experience of fire and water, but the Lord's presence is there. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇത്തരത്തിൽ വെള്ളത്തിന്റെയും തീയുടെയും അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. Yes, we know about the disciples. They were tired of in the water, and there was a storm, and water was coming, and they were really full of fear. But immediately we read His presence was there at them in the sea. ഈ ശിഷ്യന്മാരെ കുറിച്ച് നാം വായിക്കുന്നത്, അവർ ക്ഷീണിച്ചിരുന്നു, അവർക്ക് കഷ്ടത്തിന്റെ അനുഭവം ഉണ്ടായി, അവിടെ കാറ്റിന്റെയും കോളിന്റെയും അനുഭവം ഉണ്ടായി. എന്നാൽ അവരുടെ മധ്യത്തിൽ നാം കാണുന്നത് കർത്താവിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. Yes, when they were in the midst of the trouble, the presence of Lord was there to remove their fear. അവർ പ്രയാസത്തിന്റെയും കഷ്ടത്തിന്റെയും അനുഭവത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന ഭയം മാറ്റുവാനായി കർത്താവിന്റെ സാന്നിധ്യം അവരോടൊപ്പം പോയി. Now we will see the next one we see about, that is the frictions that is frequently happening among the sheep. ആടുകളുടെ ഇടയിൽ തന്നെത്താൻ ഉണ്ടാകുന്ന സംഘർഷത്തെ കുറിച്ചാണ് അടുത്ത ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് അത് ശ്രദ്ധിക്കാം. The animals, they have a lot of behavior, lot of differences are there in their behavior. ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ അവരുടെ സ്വഭാവ വിശേഷങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. For example, we are not that familiar. Keralites are not familiar with the sheep, but we are more familiar with the goat. നമുക്ക് ഈ ഇത്തരത്തിലുള്ള ആടുകളെ കുറിച്ച് അറിയില്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആടുകളെ കുറിച്ച് അറിയാം. ഇത് കൊലാടുകളെ കുറിച്ചാണ് പറയുന്നത്. Yeah, we are not familiar with the Chambari art. We are not familiar. We are more with the, when we say art, we are always having the impression of goat. നമ്മുടെ നാട്ടിലുള്ള ആടുകളെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ അറിയാവുന്നത്. ഇത് ചെമ്മരിയാടുകളെ കുറിച്ചാണ് പറയുന്നത്. But the behavior is entirely different. എന്നാൽ അവയുടെ സ്വഭാവങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. A goat is always allowed to be alone, and they jump here and there. They want to go alone. They don't want to be together with other goats. നമ്മുടെ നാട്ടിൽ കാണുന്ന ആടുകൾ ഒറ്റയ്ക്ക് കഴിയുന്നവരാണ്. അവരെപ്പോഴും തുള്ളിച്ചാടി രസിച്ച് ആനന്ദിച്ച് അങ്ങനെ കഴിയുന്നവരാണ്. കൂട്ടമായി കഴിയുന്ന ഒരു സ്വഭാവക്കാരല്ല. Whereas the sheep, it always allowed to be together. എന്നാൽ ഈ ചെമ്മരിയാടുകൾ അവർ എന്നും ഒരുമിച്ച് കൂട്ടമായി കാണുവാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. So when we read in the Bible sheep, you understand it is actually Chemariad. That is the read. That is what we understand. And they always a gregarious animal. That means they move together. ഈ ആട് എന്ന വചനത്തിൽ നാം സാധാരണ കാണുമ്പോൾ ഈ ചെമ്മരിയാടിന്റെ ഒരു അനുഭവമാണ് അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. അവർ കൂട്ടമായി സഞ്ചരിക്കുന്നവരാണ്. Even though they love to be together, they always fight. അവർ ഒരുമിച്ച് ഇരിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ തന്നെ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരാണ്. In animals, this behavior is very common. ഈ മൃഗങ്ങളിൽ ഈ സ്വഭാവം സാധാരണയാണ്. Especially we have seen about the hen. You might have heard about hen and the cock. പലപ്പോഴും നാം
കോഴികളെ കുറിച്ചും ആൺകോഴികളും പൂവൻകോഴികളും പിടക്കോഴികളെ കുറിച്ച് നാം കാണാറുണ്ടല്ലോ, അറിയാമല്ലോ. In our villages, you might have seen that early morning, the hen and the cock, the one bigger cock will come and it will on the peck on the, or it is giving pecking on the head of the hens. You might have seen that. ഇപ്പോൾ നമുക്ക് ഗ്രാമങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. വീട്ടിലൊരു പൂവൻ കോഴി ഉണ്ടെങ്കിൽ അവ കടന്നു വന്നിട്ട് എല്ലാത്തിനെയും തലയിൽ കൊത്തുന്നത് കാണുവാനായിട്ട് കഴിയും. You know why they are doing like that? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? They say the cock saying that I am the leader and all of you have to be obedient to me, all of you are under me. ഞാൻ നേതാവാണ്, നിങ്ങൾ എല്ലാവരും എന്റെ കീഴിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവയൊക്കെ ഓടിച്ച് കൊത്തുന്നത്. In a scientific word they call it as a pecking order. Pecking order എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ സയന്റിഫിക് ഓർഡറിൽ പറയുന്നത്. That is it shows the hierarchy. The cock says that I am the leader, all of you have to be obey me and all of you are under me. ഒരു സംഘടന ഹൈറാർക്കിയാണ് അവിടെ കാണുന്നത്. ഞാനാണ് നേതാവ്, നിങ്ങൾ ഓരോരുത്തരും അതിന്റെ താഴെയുള്ളവരാണ് എന്നത് കാണിക്കുന്നു. Among the cattle also this type of behavior is there. മൃഗങ്ങളുടെ മധ്യത്തിലും ഇതേ സ്വഭാവവിശേഷങ്ങളുണ്ട്. Among the cattle, the horning order, Kannagali, that is a horning order, it's called a horning order. ഈ കന്നുകാലികളുടെ മധ്യത്തിൽ അതിനെ കൊമ്പിനെ വിശേഷിപ്പിച്ച ഹോണിംഗ് ഓർഡർ എന്നാണ് അറിയപ്പെടുന്നത്. Among the sheep this behavior is very common. ഈ ചെമ്മരിയാടുകളുടെ മധ്യത്തിലും ഈ സ്വഭാവം സാധാരണയാണ്. And in sheep this particular behavior is called as butting order. Bucking order. Butting, BUTT, butting order. ആടുകളുടെ മധ്യത്തിൽ ഇതിനെ ബട്ടിംഗ് ഓർഡർ എന്നാണ് അറിയപ്പെടുന്നത്, അങ്ങനെയാണ് അത് വിളിക്കപ്പെടുന്നത്. See, look at that. Here I have a picture. You can notice that. ഇവ തമ്മിൽ കുത്തുന്ന ഒരു അനുഭവം. So this behavior is very common among the animals. സാധാരണയായി മൃഗങ്ങളുടെ മധ്യത്തിൽ ഈ ഒരു സ്വഭാവവിശേഷം സാധാരണയാണ്. You look at the Ezekiel chapter 34, which is one of the beautiful picture of the sheep behavior. That chapter. Let us look at that. 34 verse 16. Yeah. ആടുകളുടെ സ്വഭാവത്തെ കുറിച്ച് ഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായത്തിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 16-ാം വാക്യം, കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും, ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും. Yeah, look at that. I will destroy fat and strong. I will feed them with the justice. അവിടെ നാം കാണുന്നത്, ഞാൻ കൊഴുത്തതിനെയും ഉരത്തതിനെയും നശിപ്പിക്കും, എന്നാൽ ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും. Yeah, the fat one, the cattle, the sheep, they fight with the thin ones. ഈ കൊഴുത്ത ആടും കന്നുകാലികളും ബലഹീനമായതിനോട് യുദ്ധം ചെയ്യുന്നത് കാണുവാൻ കഴിയും. Yeah, verse 20 you please read in the same chapter. അതേ അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും. ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയെ ഒക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കും. Yeah, look at that verse, beautifully narrating how they fight. They with the shoulder they fight, with the sides they fight, with the head they fight. വളരെ മനോഹരമായ ഭാഗത്ത് അവരുടെ വഴക്കിന്റെ അനുഭവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയെ കൊമ്പ് കൊണ്ട് ഇടിക്കുന്നു. And in verse 20 very clear, who is fighting? The strong one fights with the lean one. They want to hit and they want to defeat them. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, തടിച്ച ആടുകൾ മെലിഞ്ഞ ആടുകളോടാണ് യുദ്ധം ചെയ്യുന്നത്. So we see that this behavior is very common in the sheep. അതുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സ്വഭാവ ഗുണം ആടുകളുടെ മധ്യത്തിൽ വളരെ സാധാരണമാണ്. Is there any difference between we and the sheep? നാമും ഈ ആടുകളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Isn't it what we are doing the same thing? ഇത് തന്നെയല്ലേ നാമും ചെയ്യുന്നത്? Oh, you may be saying, no, in Dubai we are not like that. We are very friendly, isn't it? ഒരു പക്ഷേ നാം പറഞ്ഞേക്കാം, ദുബായിൽ നമ്മൾ ഇങ്ങനെയൊന്നും അല്ല, വളരെ സൗഹൃദത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് എന്ന് പറഞ്ഞേക്കാം. But let me tell you, among the disciples of Jesus, this was very common. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, കർത്താവിന്റെ ശിഷ്യന്മാരിൽ പോലും ഇത് വളരെ സാധാരണമായിരുന്നു. Very frequently they used to fight each other. വളരെ സാധാരണമായി അവർ തമ്മിൽ വഴക്കുണ്ടാക്കുക സ്വാഭാവികമായിരുന്നു. The biggest problem whether who is greater among them, that was biggest problem among them. അവരുടെ മധ്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ ആരാണ് വലിയവൻ എന്നുള്ളതായിരുന്നു.
This fighting among the sheep is who is the top sheep. That is the reason why the sheep fight. ഈ ആടുകളുടെ മധ്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു. ഇതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഏറ്റവും ആദ്യത്തെ ആട് ആരാണ് എന്നതാണ്. As the disciples also, we see that throughout the 3.5 years, frequently they used to fight for this thing. ശിഷ്യന്മാരുടെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. 3.5 വർഷക്കാലവും അവർ വളരെ സാധാരണമായി ഈ കാര്യത്തിൽ വഴക്കുണ്ടാക്കി പോന്നു. We have a beautiful example, so many examples. At least one verse we will read from the Gospel of Mark. നമുക്ക് വളരെ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. എന്നാൽ ഒരു ഉദാഹരണം നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കാം. And verse 33 and 34 we will read. Chapter 9 verse 34 and 33 and 34. Chapter 9. 9-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങൾ. അവർ കഫർന്നഹൂമിൽ വന്ന വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് എന്ന വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. Yeah. Look at that. As such a sheep is fighting, is not called butting order. And the same behavior we see among the believers also. ഇവിടെ ആട് കൊമ്പുകൊണ്ട് യുദ്ധം ചെയ്യുന്ന അതേ സ്വഭാവം ഇവിടെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ നാം കാണുന്നില്ലേ? It is sometimes they fight and they cause damage. Severe cruel competitions we see here. Look at that. ഈ ആടുകൾ തമ്മിലുള്ള ഈ പ്രശ്നം വലിയ യുദ്ധമായി ക്രൂരമായ യുദ്ധമായി അത് അവസാനിക്കാറുണ്ട്. Especially during the breeding season, the rams they fight each other and cause damage to the brain also. അവരുടെ ബ്രീഡിംഗ് സീസണിൽ യുദ്ധം വളരെ വലുതായിട്ട് പലപ്പോഴും ഇടികൂടി അവരുടെ തലച്ചോറ് തന്നെ ക്ഷതമേൽപ്പിക്കുന്ന അനുഭവത്തിൽ അവർ എത്തിച്ചേരും. And the important thing that who is the leader? Am I leader or you are the leader? That is what they want to know. ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം അവരുടെ മധ്യത്തിലുള്ളത് ആരാണ് നേതാവ്? ഞാനാണോ നേതാവ്, അവനാണോ നേതാവ് എന്നതാണ്. So normally the less aggressive sheep are far away from this. They are content and they really they don't want to fight with the stronger ones. എന്നാൽ ഈ കൂട്ടത്തിൽ തന്നെ ബലഹീനമായവർ ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കും. അവർക്ക് ഈ യുദ്ധത്തിലും വഴക്കിലും ഒന്നും ഇടപെടുവാൻ താല്പര്യമില്ല. അവർ സംതൃപ്തരായി മാറി നിൽക്കുകയാണ്. And we know that suppose imagine there is a strong sheep is there and one small one very weak one was lying down on a green pasture. Imagine that thing. ഇത്തരത്തിൽ ഒന്ന് ചിന്തിക്കുക. ഒരു വളരെ ശക്തനായ ഒരു ആട് അവിടെയുണ്ട്. അതേസമയം ഒരു ബലഹീനനായ ചെറിയ ഒരു ആട് അവിടെ പച്ചപ്പുൽപ്പുറത്ത് കിടക്കുകയാണ്. Yeah, it is very calm and quiet, comfortably lying down there. വളരെ സ്വസ്ഥമായി അത് അവിടെ ഇരിക്കുമെന്ന് പച്ചപ്പുൽപ്പുറത്ത് കിടക്കുകയാണ്. But the strong one will go straight towards that. എന്നാൽ ഈ ശക്തനായ ആട് നേരെ അതിന്റെ നേരെ ചെല്ലും. And actually there are so many ways to go to the other side, but it will not go. It want to go the straight, so it will hit and make the lying down sheep to move around from that place. അതിന് പോകുവാൻ പല വഴികളുണ്ടെങ്കിൽ പോലും ഈ കിടക്കുന്ന ആടിന്റെ നേരെ ചെന്ന് അതിനെ ഇടിച്ച് മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. This is the way they behave among the sheep. ഈ ആടുകളുടെ ഇടയിൽ പലപ്പോഴും അവർ അങ്ങനെയാണ് പെരുമാറുന്നത്. ഇതാണ് സ്വഭാവം. As we are seen among the disciples in Mark's Gospel 9, chapter 9 verse 33 and 34, they had the same thing. ഈ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 33-34 വാക്യങ്ങളിൽ നാം അത് തന്നെയാണ് കണ്ടത്. ശിഷ്യന്മാരുടെ മധ്യത്തിലും ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു. On the way they were fighting who is greater. അവർ വഴിയിൽ ആരാണ് തമ്മിൽ വലിയവൻ എന്ന് വാദിച്ചുകൊണ്ടിരുന്നു, വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. Lord was listening all that fighting and he kept quiet. കർത്താവ് ഇതൊക്കെയും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് മിണ്ടാതെ ഇരിക്കുകയാണ് അവിടെ. And finally they reached home. അവസാനം അവർ വീട്ടിലെത്തി. See, look at verse 37. After coming to the house, he asked them. 33-ാം വാക്യത്തിൽ പറയുന്നത് അവൻ വന്ന വീട്ടിലിരിക്കുമ്പോഴാണ് അവൻ ചോദിക്കുന്നത്, what you were disputed on the way? നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത്? They could not open their mouth. അവർക്ക് വായ തുറക്കുവാൻ കഴിയുന്നില്ല. They were so ashamed. അവർ ഇപ്പോൾ നാണത്തിന്റെ അനുഭവത്തിലാണ്, നാണക്കേടിന്റെ അനുഭവത്തിലാണ്. Look at the verse 34 says that they held their peace, for on the way they were disputed among themselves who should be the greatest. 34-ാം വാക്യം നാം വായിക്കുന്നത്, അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് എന്ന വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. Let me tell you brothers, one day we will reach home. പ്രിയ സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ദിവസം നാം വീട്ടിലെത്തേണ്ടവരാണ്. We will reach in the heavenly home. നാം സ്വർഗീയ ഭവനത്തിലെത്തേണ്ടവരാണ്. Today we are fighting too much, isn't it?
നാം ഈ നാളുകളിൽ വളരെയധികം വഴക്കുണ്ടാക്കുന്നില്ലേ? We wanted to know who is greater. ആരാണ് വലിയവൻ എന്ന് നമുക്കറിയേണ്ട വലിയ ത്വരയുണ്ട്. But one day when we reach home, he will ask question, what you were disputed on the way. എന്നാൽ നാം ഒരു ദിവസം വീട്ടിലെത്തുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കും, നിങ്ങൾ എന്താണ് വഴിയിൽ വാദിച്ചു കൊണ്ടിരുന്നത്? Like this disciple, we also may feel be ashamed to give an answer to him. ഈ ശിഷ്യന്മാരെ പോലെ ഒരുപക്ഷെ നമുക്കും വായ് തുറക്കാൻ കഴിയാതെ നാണക്കേടിന്റെ അനുഭവം ഉണ്ടായേക്കാം. Joseph of old, he knew this behavior of the brethren. യോസേഫിനെ കുറിച്ച് നമുക്കറിയാം, അവരുടെ സഹോദരന്മാരുടെ സ്വഭാവം അവൻ നന്നായി അറിഞ്ഞവനാണ്. So when you know he was sending the brethren from Egypt to his father's house, then on the way he said one thing, on the way do not quarrel on the way. സഹോദരന്മാരെ മിസ്രയീമിൽ നിന്ന് തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടക്കി അയക്കുന്ന സന്ദർഭത്തിൽ യോസേഫ് തന്റെ സഹോദരന്മാരോട് പറയുന്നു, വഴിയിൽ വെച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കരുത് എന്ന്. Genesis 45 verse 24 we know that this is a normal thing in the behavior of the saints. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നത് നമുക്കറിയാവുന്ന ഭാഗമാണല്ലോ. ഇത് സാധാരണ വിശ്വാസികളുടെ അനുഭവമാണ്. So we see that this behavior we need to control. We have to think that one day we will reach home, at that time the Lord will ask me these things. ഈ സ്വഭാവം നാം നന്നായി നിയന്ത്രിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നാം വ്യക്തമായി തിരിച്ചറിയണം, ഒരു ദിവസം നാം കർത്താവിന്റെ സന്നിധാനത്തിൽ എത്തേണ്ടവരാണ് ഭവനത്തിൽ. In the upper room we see what happened there. They were quarreling each other. മാളിക മുറിയിൽ സംഭവിച്ചത് എന്താണ് എന്നറിയാം. അവർ മിക്കവാറും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. They are ready for the Passover. അവർ പെസഹയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. And someone has to start the Passover by washing the feet. പെസഹ തുടങ്ങുവാനായി ആരെങ്കിലും ഒരാൾ കാൽ കഴുകണം. Everybody is seated, nobody is ready to get up. എല്ലാവരും ഇരിക്കുകയാണ്, ആരും എഴുന്നേൽക്കുവാൻ തയ്യാറില്ല. Normal practice is that one slave will come and wash the feet, but here they were not having any slaves. Someone among them should stand up and wash the feet. സാധാരണ അവരുടെ രീതി എന്നുള്ളത് ഒരു അടിമ വന്ന് ഇവരുടെ കാലുകൾ കഴുകണം. എന്നാൽ ഇവിടെ അടിമയായിട്ട് ആരുമില്ല, അവരിൽ തന്നെ ആരെങ്കിലും എഴുന്നേറ്റ് കാല് കഴുകിയേ പറ്റുകയുള്ളൂ. So Peter was looking here and then. He said, why should I get up? Because I am the senior most member here. പത്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. താൻ പറയുകയായിരിക്കാം ഒരുപക്ഷെ, ഞാൻ എന്തിനു എഴുന്നേൽക്കണം, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള്. The Andrew may be thinking, why Peter cannot get up? I am the one who introduced him to the Lord Jesus Christ. If he is not getting up, I will not get up. ആന്ത്രോസ് ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഞാനാണ് ഈ പത്രോസിനെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്, അവൻ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു എഴുന്നേൽക്കണം. Philip may be thinking that, why should I get up? Peter and Andrew, they are from my village only. If they cannot get up, why should I get up? ഫിലിപ്പോസ് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, പത്രോസും അന്ത്രയോസും എന്റെ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്, എന്റെ അയൽവാസികളാണ്, അവരെഴുന്നേൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു എഴുന്നേൽക്കണം. And moreover, Philip was the PR or public relation officer of the whole group. ആ ഗ്രൂപ്പിന്റെ ആ കൂട്ടത്തിന്റെ ഒക്കെ ഒരു PRO ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഫിലിപ്പോസ് എന്ന് പറയാൻ. Whenever anybody wants to see the Lord, they have to get the appointment from Philip. കർത്താവിനെ ആർക്കെങ്കിലും കാണണമെങ്കിൽ അവർക്ക് കർത്താവിന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ഫിലിപ്പോസിന്റെ അടുത്താണ്. John may be thinking, why should I get up? Lord loves me more than anybody else. I am leaning upon him. യോഹന്നാൻ പക്ഷേ ഇങ്ങനെ ചിന്തിച്ചേക്കാം, കർത്താവ് ഈ യേശു കർത്താവ് എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്, ഞാൻ അവന്റെ നെഞ്ചിൽ മാറിൽ ചാരിയിരിക്കുന്നവനാണ്. Let me see that they were looking here and there and no one was ready to get up from the seat. ഈ അർത്ഥത്തിൽ അതിനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരും എഴുന്നേൽക്കുവാൻ തയ്യാറാകുന്നില്ല. It was a shameful for them, all of them, that Jesus himself got up and started washing the feet of the disciples. എന്നാൽ അവർക്ക് എല്ലാവർക്കും അവമാനകരമായ രീതിയിൽ എന്ന് വേണം പറയുവാനായിട്ട് അവസാനം കർത്താവ് തന്നെ എഴുന്നേറ്റ് അവരുടെ കാലുകൾ കഴുകുന്നു. If the Lord himself got up and washed the feet, how much more we have to humble ourselves in doing the service for the Lord. ആ കർത്താവ് തന്നെ ഈ കൂട്ടത്തിൽ എഴുന്നേറ്റ് മറ്റുള്ളവരുടെ കാൽ കഴുകിയ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നാം നമ്മുടെ സഹോദരന്മാരുടെ മധ്യത്തിൽ ആ സേവന മനോഭാവത്തോടെ ഇവിടെ ഇരിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം നാം ഉത്സുകരാകണം. Brothers and sisters, let me tell you some small things we fight. സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ, വളരെ ചെറിയ കാര്യങ്ങൾക്കാണ് നാം പലപ്പോഴും അന്യോന്യം യുദ്ധം ചെയ്യുന്നത്. Sisters may be thinking, no, we are very happy, only brothers have a problem. ഒരുപക്ഷെ സഹോദരിമാർ ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങൾ വളരെ സന്തോഷമായിരിക്കുന്നു, സഹോദരന്മാരുടെ മധ്യത്തിലാണ് പ്രശ്നങ്ങളെന്ന്. But in Philippi church, you look at that, there were 2 sisters were there. എന്നാൽ ഫിലിപ്പിയ സഭയെ കുറിച്ച് ശ്രദ്ധിക്കുക, അവിടെ 2 സഹോദരിമാരുണ്ടായിരുന്നു. Look at that, they are very good sisters, they are very active in the spiritual thing. You read that
Philippians chapter 4 verse 2. ഫിലിപ്പ് ലേഖനത്തിന്റെ 4-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. വളരെ നന്നായി ശുശ്രൂഷ ചെയ്ത രണ്ടുപേരാണ്. Please read about them. We read Philippians chapter 4 verse 2 we read. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുന്ന, കർത്താവിൽ ഏക ചിന്തയോടെ ഇരിക്കുവാൻ ഞാൻ യുവോദ്യയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. Yeah, there were these two sisters. They were very active in the spiritual field, especially in the gospel meetings and all, but they were not of the same mind. ആത്മീയ കാര്യങ്ങൾ വളരെ ഉത്സുകരായ രണ്ട് സഹോദരിമാർ, ഒരു പക്ഷേ സുവിശേഷങ്ങൾ വളരെ നന്നായി പങ്കെടുക്കുന്നവർ, എന്നാൽ ഏക ചിന്തയോടെ ആയിരുന്നില്ല അവർ ചെയ്യുന്നത്. Yeah, they were fighting each other. അവർ അന്യോന്യം യുദ്ധം ചെയ്യുകയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. In many of the assemblies I had seen that the sisters causes a lot of problem like that. They are behind, but they causes a lot of problem. അനേക സഭകളിൽ ഞാൻ ഈ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. അവർ പലപ്പോഴും പുറകിലാണ് ഇരിക്കുന്നത്, എന്നാൽ അനേക പ്രശ്നങ്ങൾക്ക് കാരണക്കാർ അവരാണ്. So let me tell you, both the brothers and sisters, this type of behavior is there. So we have to be very careful not to fight each other. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, പലപ്പോഴും സഹോദരന്മാരും സഹോദരിമാരും ഇതേ അനുഭവത്തിലാകുന്ന ഒരു അനുഭവമുണ്ട്. തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ യുദ്ധം ചെയ്യാതെ അനുഭവത്തിൽ നമുക്കായിരിക്കാം. As many of you are young families bringing up your children, I want to tell you one practical instruction related with this here. പലപ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന മിക്കവരും ചെറിയ പ്രായമുള്ളവരും ചെറിയ കുഞ്ഞുങ്ങളെയുമായിട്ട് അവർ വളർത്തിക്കൊണ്ടുവരുന്നതുമായിട്ട് ഒരു പ്രായോഗിക വിഷയം ഈ വർഷത്തിന്റെ മധ്യത്തിൽ ഞാൻ പറയുകയാണ്. Here we have a principle of parenting. Parenting means upbringing of the children. ഇവിടെ പേരന്റിങ്ങിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് ഒരു അനുഭവം പറയുവാനുള്ളത്. See, Jesus heard them fighting on the way. അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കർത്താവ് വഴിയിൽ കേട്ടു. They were arguing each other on the way. അവർ അന്യോന്യം വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു, വഴിയിൽ ഏർപ്പെടുകയാണ്. But he kept quiet. എന്നാൽ അവൻ മിണ്ടാതെയിരുന്നു. But when they reached home at that time, he asked them why you were fighting on the way. എന്നാൽ അവർ ഭവനത്തിൽ എത്തിയപ്പോഴാണ് കർത്താവ് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് വഴിയിൽ വാഗ്വാദം ഉണ്ടാക്കിയെന്ന്. Sometimes our children, they fight and do so lot of mischiefs on the way. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കുസൃതികൾ കാണിക്കുകയും ചെയ്തേക്കാം. Don't punish them on the way when they are doing the things. അവർ ആ രീതിയിൽ ചില കുസൃതികൾ കാണിക്കുമ്പോൾ വഴിയിൽ വെച്ചല്ല അവരെ നിയന്ത്രിക്കേണ്ടതും കരുതേണ്ടതും അല്ലെങ്കിൽ ശിക്ഷിക്കേണ്ടതും. Tell them that you come home, then we will see. നിങ്ങൾ വീട്ടിൽ വരിക, അപ്പോൾ ഇത് കാണാം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. I have seen some mothers, some fathers, they beat the children even in the midst of the assembly. ഞാൻ ചില മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, സഭാ മീറ്റിങ്ങുകളുടെ ഇടയിൽ പോലും കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത്. Don't do that. അതൊരു പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. It will affect them emotionally, it will affect them, but you tell them just to look at them and say that you come home. That one word is sufficient. മാനസികമായവരെ വല്ലാതെ തളർത്തുന്ന അനുഭവം അതൊരു പക്ഷേ ഉണ്ടായേക്കാം. എന്നാൽ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിൽ വരിക, അപ്പോൾ നിങ്ങൾ കിട്ടും എന്ന് പറയേണ്ടിയിരിക്കുന്നു. When you say they come home, they immediately realizes that after reaching home I will get for this thing. നിങ്ങൾ വീട്ടിലേക്ക് വന്നേക്ക് എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് തിരിച്ചറിയുവാൻ കഴിയും വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് ശിക്ഷ കിട്ടുമെന്ന്. I did that many times. They know that after reaching home my dad will ask, and they behave very well because of that on the way. വീട്ടിലെത്തുമ്പോൾ ഞാൻ ആ രീതിയിൽ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. അവർക്ക് നന്നായി അറിയാം, വീട്ടിലെത്തുമ്പോൾ എന്റെ പിതാവ് നന്നായി ചോദിക്കും എന്നറിയാം, അതുകൊണ്ട് അവർ നന്നായി പെരുമാറും. So we need to be very careful about parenting. We should not beat our children on the way. We should punish them privately at home, in the background of home. കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷണത്തിൽ വളർത്തുന്ന കാര്യത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരെ സ്വകാര്യമായി ഭവനത്തിൽ എത്തുമ്പോൾ തീർച്ചയായും നാം ചോദിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ നാം വഴിയിൽ വെച്ചത് ചെയ്യാൻ പാടില്ല. Now comes to the second thing, third thing, that you should be free from flies. മൂന്നാമത്തെ കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈച്ചകളെ കുറിച്ച് ശല്യപ്പെടുന്ന മറ്റു പ്രാണികൾ. These flies are causing a lot of damage to the sheep. ഈ പ്രാണികൾ തീർച്ചയായും വലിയ ദോഷം ആടിന് ചെയ്യുന്നു. There are different flies like nose flies, boat flies, warbles. So many flies are there, and that is causing a lot of damage to the sheep. ആടിന് വളരെ ദോഷം ചെയ്യുന്ന അനേക തരത്തിലുള്ള ഈച്ചകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
And you can, if you have a look at this, is some of the sheep, the flies that causes damage to the sheep. ആടിനെ ശല്യപ്പെടുന്ന ചിലതരം ഈച്ചകളാണിത്. You can see the picture here. There is a warble fly, ticks, mites, even the mosquitoes are there. It can cause trouble. ഈ വാർബിൾ ഫ്ലൈ, ടിക്സ് അല്ലെങ്കിൽ പ്രാണികൾ, അത്തരത്തിലുള്ള അല്ലെങ്കിൽ കൊതുക്, ഇത്തരത്തിലുള്ള പ്രാണികളൊക്കെ അതിനെ ശല്യപ്പെടുത്തുന്നു. Especially during the summer season, these flies are coming to the sheep and it troubles the sheep very much. പലപ്പോഴും ചൂട് സമയത്ത് ഈ ഈച്ചകൾ ആടിന്റെ അടുത്തേക്ക് വന്ന് വല്ലാതെ അവയെ ശല്യം ചെയ്യും. See, in the nostril region of the sheep, you look at this picture, you can see the nostril of the sheep, it is always wet. നമുക്കറിയാം ഈ ആടിന്റെ മൂക്കിന്റെ ഭാഗം എപ്പോഴും നനവുള്ള ഒരു രീതിയിലായിരിക്കും. So the flies, especially nasal flies, the nose flies, they come and lay the eggs there in the nostril area. ഈ ആടിന്റെ മൂക്കിന്റെ ഭാഗത്ത് ഈ ഇത്തരത്തിലുള്ള ഈച്ചകൾ വരികയും അവിടെ മുട്ടയിടുകയും ചെയ്യും. You look at that, if the flies are moving on the nostril region, what the sheep will go on shaking the head. ഈ മൂക്കിന്റെ ഭാഗത്ത് ഈച്ച വന്ന് പറ്റുകയും ഇരിക്കുകയും അല്ലെങ്കിൽ പറക്കുകയും ചെയ്യുമ്പോൾ അവയെപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അതെപ്പോഴും തലകുലുക്കിക്കൊണ്ടിരിക്കും. And if such type of difficulties are there, it will never lie down on a green pasture. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവയ്ക്ക് പച്ചപ്പുൽപ്പുറത്ത് കിടക്കുവാനായിട്ട് കഴിയുകയില്ല. These flies can cause a lot of trouble for the sheep. ഇത്തരത്തിലുള്ള ഈച്ചകൾ ആടുകൾക്ക് വലിയ ശല്യങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. And these nose flies, normally they lay their egg in this wet region and the nostril region. മൂക്കിനടുത്തുള്ള ഈ നനഞ്ഞ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഈച്ചകൾ വന്ന് മുട്ടയിടുന്നത്. And it lays out, it comes as a larva, and it can go even into the brain and cause damage to the sheep. ഈ മുട്ട വിരിഞ്ഞ ലാർവയാകുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ഈ ആടിന്റെ തലച്ചോറിൽ വരെ അത് കയറി പോകാനുള്ള സാധ്യതകളുണ്ട്. And the shepherd knows this problem and is very careful that the sheep should not be affected by these flies. ഇത്തരത്തിലുള്ള ഈച്ചകൾ ആടിനെ ശല്യപ്പെടുത്തരുത്, മുട്ടയിടുവാനായി വരരുത് എന്നുള്ളത് നന്നായി ഇടയനറിയാം. And he takes a lot of precaution that the flies should not trouble this sheep. ഈ ആടുകളെ ഇത്തരത്തിലുള്ള ഈച്ചകൾ ശല്യപ്പെടുത്താതിരിക്കുവാനായി ഇടയന്മാർ നല്ല ശുശ്രൂഷ ചെയ്യുക അല്ലെങ്കിൽ കരുതലെടുക്കാറുണ്ട്. In the spiritual life also, we have lot of flies that causes lot of trouble for us. ആത്മീയ മണ്ഡലത്തിൽ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ ശല്യങ്ങൾ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഈച്ചകളെയും പ്രാണികളെയും കാണുവാൻ കഴിയും. Small thing, it is irritating us. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും ശല്യപ്പെടുത്തുന്നത്. I sometimes in the assemblies they will bring small things and causing a lot of problem. സഭയിലേക്ക് പലപ്പോഴും പല ചെറിയ കാര്യങ്ങളും കൊണ്ടുവന്ന് വലിയ പ്രശ്നങ്ങളാക്കി തീർക്കാറുണ്ട്. And many times the elders won't be able to sleep because of that. പലപ്പോഴും മൂപ്പന്മാർക്ക് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ മുഖാന്തരം ഉറക്കം നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടാകും. I remember a small incident. ഞാനൊരു ചെറിയ സംഭവം ഓർക്കുന്നുണ്ട്. One brother, young brother, is 30-35-year-old. He's became, maybe genetically, his hair became gray, became white. ഒരു ചെറുപ്പക്കാരായ സഹോദരൻ 30-35 വയസ്സേ ഉള്ളൂ. തന്റെ ജന്മനായുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ തന്റെ തലമുടി നന്നായി നരച്ച് വെളുത്തിരുന്നു. So being a young man, he thought it is better to dye my hair. അത്ര ചെറുപ്പക്കാരൻ വളരെ ചെറുപ്പമായിരുന്നത് കൊണ്ട് താൻ കരുതിയത് തന്റെ മുടി ഒന്ന് ഡൈ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന്. There is another brother. He was so upset that the brother is dyeing the hair. മറ്റൊരു സഹോദരനുണ്ട്. ഈ സഹോദരൻ മുടി ഡൈ ചെയ്യുന്ന കാര്യത്തിൽ വലിയ പ്രയാസമായി തനിക്ക് തീർന്നു. According to that brother, he said that believers should not dye their hair. മറ്റേ സഹോദരൻ പറയുന്നത് വിശ്വാസികൾ മുടി ഡൈ ചെയ്യാൻ പാടില്ല. Big problem, isn't it? വലിയ പ്രശ്നമായി തീർന്നില്ലേ അവിടെ. And the brother who was arguing, he says that in Matthew chapter 5 verse 36, there's a verse says like that. If you want, you can read that verse. That is his argument. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് 5:36 ഒരു വാക്യമുണ്ട്. അതിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. Read that. അതിന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്, ഒരു രോമവും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. Yeah, you cannot make a hair white or black, so you should not dye. That's what his argument. ഒരു രോമം വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് കഴിയുകയില്ല എന്ന് തിരുവചനമുണ്ട്. അതുകൊണ്ട് നീ മുടി നിറം കൊടുക്കാൻ പാടില്ല. But very interesting, the brother who is arguing that he has no hair at all on the head. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം, ഈ വലിയ വാദഗതിയുമായി വരുന്ന സഹോദരന്റെ തലമുടിയിൽ ഒരു മുടി പോലുമില്ല. He was a bald-headed man. മുഴുവൻ കഷണ്ടിയായ ഒരു സഹോദരനാണ്.
Finally, I told him, brother, he's very young boy. Let him take the liberty whether to die or not. Why you are causing a lot of problem? ഞാൻ ഈ സഹോദരനോട് അവസാനം പറഞ്ഞു, സഹോദര, ആ സഹോദരൻ സ്വാതന്ത്ര്യം എടുത്തോട്ടെ, കറുപ്പിക്കണോ വെളുപ്പിക്കണോ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നമാക്കി തീർക്കുന്നത്? There's no saying like that. Bible never says that you should not die. See, unnecessary taking these small things and causing a lot of problem in the assemblies. ആ തിരുവചനത്തിലെങ്ങും മുടി നിറം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. എന്തിനാണ് അനാവശ്യ കാര്യങ്ങൾ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? So we see that small things will come and cause a lot of problem. പലപ്പോഴും വളരെ ലഘുവായ കാര്യങ്ങൾ വന്ന് ഗുരുതരമായ പ്രശ്നങ്ങളായി മാറുകയാണ്. We have a beautiful example about that in Acts chapter 6. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ അതിനെ വളരെ മനോഹരമായ ഒരു ഉദാഹരണം കാണുവാനായിട്ട് കഴിയും. When they were so happy and enjoying the fellowship and the love in the midst of the God's people, വളരെ സന്തോഷകരമായി തമ്മിൽ കൂട്ടായ്മയുടെ സന്തോഷം വളരെ ആസ്വദിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ, and there came a problem among the serving the widows in the church of Jerusalem. യെരൂശലേം സഭയിൽ വിധവമാരെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്. The Greek speaking people murmured against the Hebrew speaking people. യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുക്കുന്നു. We read in Acts chapter 6 there. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. What is the reason? So simple reason. എന്താണ് കാരണം? വളരെ ലളിതമായ ഒരു കാര്യമാണ്. They said that there's a partiality in serving the food. ഇവിടെ ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ചില പാർഷ്യാലിറ്റി ഉണ്ട് എന്ന് അവർ കരുതുകയാണ്, പക്ഷാഭേദം കാണിക്കുന്നു. Maybe the Hebrew people may be getting one piece of a fish curry or something more, and the people will be less for the Greek speaking people or something like that. Some service, some partiality was there. ചില പക്ഷപാതം അവിടെ കണ്ടു എന്നുള്ളത് ശരിയായിരിക്കാം. ഒരുപക്ഷെ എബ്രായ ഭാഷക്കാർക്ക് ഒരു കഷ്ണം മീന് യവന ഭാഷക്കാരെക്കാൾ കൂടുതൽ ഒരാൾ കൊടുത്തു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പ്രശ്നം. And created a lot of problem in the assembly. സഭയിൽ അത് വലിയൊരു പ്രശ്നമായി മാറുകയാണ്. And the apostle understood it, and they decided to select 7 men who were filled with the Spirit of God. അവിടെ അപ്പോസ്തലന്മാർക്ക് ഈ പ്രശ്നം മനസ്സിലായപ്പോൾ അവർ 7 പേരെ ആത്മാവ് നിറഞ്ഞവരായ 7 പേരെ തിരഞ്ഞെടുക്കുകയാണ്. See, in the house of God, whatever a person is doing, the person should be filled with the Spirit of God. Then the problem will not be there. ദൈവത്തിന്റെ ആലയത്തിൽ എന്ത് ചെയ്യുന്ന ഒരു സഹോദരനാണെങ്കിലും ആത്മനിറവിന്റെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് വന്നു ചേരുകയില്ല. So what problem happened there? Because they were not ministering, those who were ministering, they were not filled with the Spirit of God. അവിടെ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെയും അടിസ്ഥാന കാരണം എന്നുള്ളത് അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവകൃപ നിറഞ്ഞവരായിരുന്നില്ല എന്നുള്ളതാണ്. So this is very, very important that the flies will be going when the application of the Holy Spirit is there. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ആത്മാവിന്റെ ലേപനം അവിടെ ഉണ്ടെങ്കിൽ ഈ ചെറിയ ഈച്ചകളൊക്കെ പറന്നു പോകും. Now, suppose if a sheep is standing there and shaking the head and not lying down on a green pasture. ഈ പച്ചപ്പുൽപ്പുറത്ത് വന്നു കഴിഞ്ഞിട്ടും ഈ ആട് തല കുലുക്കിക്കൊണ്ട് നിൽക്കുകയാണ്, അതിന് കിടക്കുവാൻ പറ്റാത്ത ഒരു അനുഭവമാണ്, ഈച്ചയുടെ ശല്യമാണെങ്കിൽ, and a shepherd realizes it, some problem is there with the sheep. ആട്ടിടയനെ നന്നായി തിരിച്ചറിയും, ആ ആടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. He will draw that sheep near to him. ഈ ആടിനെ തന്റെ അടുത്തേക്ക് ആട്ടിടയൻ കൂട്ടിക്കൊണ്ടുവരും. And he will sit with the sheep and he takes a first aid box. താൻ ഈ ആടിനെ അടുത്ത് കൊണ്ടുവന്ന് അടുത്തെടുത്തിട്ട് തന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കും. In the first aid box there's an oil is there, and normally olive oil is there. തന്റെ പക്കൽ അത്തരത്തിൽ കരുതുവാനായി ഒലിവ് ഓയിലിന്റെ ഒരു കുപ്പി ഉണ്ടാകും തന്റെ കയ്യിൽ എപ്പോഴും. And this olive oil is mixed with some medicines inside that. Maybe sulfur and all will be there. ഈ ഒലിവ് ഓയിലിന്റെ കൂടെ ചില കെമിക്കലുകളൊക്കെ ചില അഡിറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ടാകും. So he takes some of oil in his hand. He just rubs the sheep, takes the oil and rub on the face of the sheep. അല്പം എണ്ണ എടുത്തിട്ട് ഈ ആടിന്റെ മുഖത്ത് അത് ആ ഇടയൻ തേച്ചു കൊടുക്കും. Especially in the nostril region, he rubs this oil. പ്രത്യേകിച്ച് മൂക്കിന്റെ ഭാഗത്ത് ഇത് തേച്ചു കൊടുക്കും. Once it is rubbed with that, anoint with this oil, definitely within a few seconds, few minutes after that, the sheep will lie down on the green pasture. അത്തരത്തിൽ ഒരു അനുഭവത്തില് ഈ എണ്ണയുടെ ലേപനം ആയി കിട്ടിക്കഴിഞ്ഞ് ഒരല്പനേരത്തിന് ശേഷം തന്നെ ആ പ്രശ്നങ്ങൾ മാറി ആട് സ്വസ്ഥമായി കിടക്കും. Yeah, the disturbance of the fly will go.
ആ ഈച്ചയുടെ ശല്യം തന്നിൽ നിന്ന് പോയി. In this psalm itself, in the following verses, you can, he anointed my head with oil. This is the meaning of that. He anoints the sheep with the oil to remove the flies. നമുക്ക് ഈ സങ്കീർത്തനത്തിൽ തന്നെ താഴേക്ക് വരുമ്പോൾ ആ ഭാഗത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആടിനോടുള്ള ബന്ധത്തിൽ വളരെ സുവ്യക്തമായ ഒരു കാര്യമാണത്. We know in the Bible the oil is refers of the Holy Spirit. നമുക്കറിയാം തിരുവചനത്തിൽ എണ്ണ എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്. So whenever such type of small flies comes and causes us disturbances, when the Holy Spirit is there with us, definitely he will comfort us. തീർച്ചയായും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ചെറിയ പ്രാണികളുടെ ശല്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ആത്മാവിന്റെ പ്രവർത്തനം നന്നായി ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നം നന്നായി കെട്ടടങ്ങും. Lord Jesus Christ said, I will give you another comforter. That another comforter is the Holy Spirit. കർത്താവ് ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പേ പറഞ്ഞത്, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ആ കാര്യസ്ഥൻ, ആ ആശ്വാസപ്രദൻ പരിശുദ്ധാത്മാവാണ്. Now you know the word Beelzebul. You might have heard about it. Beelzebul. ബെൽസബൂൽ എന്നുള്ള വാക്ക് നമുക്കറിയാമല്ലോ. The literal meaning of that is another name for Satan. The literal meaning of the Beelzebub means Lord of Flies. ഈ ബെൽസബൂൽ സാത്താന്റെ മറ്റൊരു പേരാണ് ബെൽസബൂൽ എന്നുള്ളത്. എന്നാൽ ആ വാക്കിന്റെ ആക്ഷരികമായ അർത്ഥം എന്നുള്ളത് ഈച്ചയുടെ രാജാവ് എന്നുള്ളതാണ്. Yeah, the Satan is the Lord of Flies. He sends Lord of Flies in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിലും വലിയ പ്രാണികളെ കൊണ്ടുവരുന്ന ആ പ്രാണികളുടെ നേതാവ് അവനാണ്. In Malayalam there is a Sorgathile Katrumba. When we are very happy and enjoy the spiritual life, all of a sudden some Katurumbu will come, some insects will come and cause us trouble. മലയാളത്തിൽ ഇത്തരത്തിലൊരു പ്രയോഗമുണ്ടല്ലോ, സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന്. വളരെ സ്വസ്ഥമായി നന്നായി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഉറുമ്പ് വന്ന് ഈ ശല്യങ്ങളെല്ലാം ഉണ്ടാക്കും. Yeah, David was so enjoying before the ark of the Lord. He was dancing along with the people. Really, he was so happy. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പെട്ടകത്തിന്റെ മുമ്പിൽ അവൻ നന്നായി സന്തോഷിച്ച് ആത്മാവിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And he brought the ark of the covenant in the Jerusalem, in his place, the city of David. യെരൂശലേമിൽ തന്നെ ദാവീദിന്റെ പട്ടണത്തിലേക്ക് യഹോവയുടെ നിയമപെട്ടകം താൻ കൊണ്ടുവരുന്നത് വളരെ സന്തോഷത്തോടെയാണ്. Yeah, his wife Michal was watching all through the window, isn't it? എന്നാൽ തന്റെ ഭാര്യ മീഖള് ഈ ജനവാതിൽ കൂടെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. When David came home to rejoice with his family, she caused a lot of trouble. ഇത് കണ്ടതിന് ശേഷം വീട്ടിലേക്ക് കുടുംബവുമായി സന്തോഷിക്കുവാനായി ദാവീദ് കടന്നു വന്നപ്പോൾ അവൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. And she said, don't you feel shame? The king of Israel is dancing before the maids of Israel. താൻ പറയുകയാണ്, ദാവീദ് ഇസ്രായേലിന്റെ രാജാവ് ദാസ്യക്കാരത്തികളുടെ മുമ്പിൽ നൃത്തം ചെയ്യുന്നതിന് നിനക്ക് നാണമില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. The whole joy of David really troubled by that small fly, some disturbances. അവൻ വളരെ സന്തോഷത്തിലാണ് കടന്നു വന്നത്. അവനുണ്ടായ സന്തോഷമൊക്കെയും ഈ ഒരു ചെറിയ നിരാശയുടെ ആ അനുഭവം, ഈ പ്രാണിയുടെ അനുഭവം നശിപ്പിച്ചു കളയുന്നു. This type of troubles are always there in spiritual field. You have to understand. ആത്മീയ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. And it is Satan always try to send such type of flies. സാത്താനാണ് അത്തരത്തിലുള്ള പ്രാണികളെ നമ്മുടെ മധ്യത്തിലേക്ക് എപ്പോഴും അയക്കുന്നത്. We have to be very, very careful about this Beelzebub, the Lord of Flies. ഈ ഈച്ചകളുടെ നാഥനായ സാത്താൻ ബെൽസെബൂലിനെ നാം വളരെ സൂക്ഷിക്കണം. So we have seen various examples of the flies, how they trouble this sheep. ഇത്തരത്തിലുള്ള ഈച്ചകൾ എങ്ങനെ ഈ ആടിനെ ശല്യപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ അനേക ഉദാഹരണങ്ങൾ നാം കണ്ടു. And lastly, we have to consider that the food should be available in plenty for the sheep. Then only it will lie down in a green pasture. അവസാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധാരാളമായുള്ള ആഹാരം ആടിനുണ്ടാകണം, എങ്കിൽ മാത്രമേ അവ സ്വസ്ഥമായി കിടക്കുകയുള്ളൂ. If food is not there, the sheep will not lie down on a green pasture. ആഹാരമില്ലാത്ത ഒരു അനുഭവത്തിൽ ആട് സ്വസ്ഥമായി കിടക്കുകയില്ല. But shepherd makes sure that sufficient food is there. ഇടയൻ തീർച്ചയായും നന്നായി അത് ഉറപ്പുവരുത്തും ആവശ്യത്തിന് ആഹാരം ആടിന് ലഭിക്കുന്നുവെന്ന്. In the following verses says that he prepares a table for me in the presence of my enemies. തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്ന, എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, മേശയൊരുക്കുന്നു.
Yes, the shepherd prepares the table, prepares sufficient food for that. ഈ ആട്ടിടയൻ ആവശ്യമായ ആഹാരം അവയ്ക്ക് ഒരുക്കുകയാണ്. Actually, he will find out which is the best land for the grazing land for feeding for the sheep. ഈ ആടിനെ മേയുവാൻ ഏറ്റവും നല്ല സ്ഥലം എവിടെയാണ് എന്ന് ചുറ്റും നോക്കി ഇടയൻ അത് കണ്ടെത്തുന്നു. Then he sometimes goes there and he allowed to grow so many leguminous plants. That is a plants which is very nutritive plants. He will grow there. അവിടെ ഒരുപക്ഷെ നേരത്തെ തിരഞ്ഞെടുത്ത സ്ഥലത്ത് പോഷകാഹാരമുള്ള ചില ചെടികൾ അവൻ വളരുവാൻ അനുവദിക്കുന്നു. നേരത്തെ പോയി. Not only that, he will go and spread salt on the area because sufficient salt should be available for the sheep. തനിമല ആടിനെ മേയ്വാൻ വിടുന്നതിന് മുൻപ് ആ ഭാഗത്ത് പോയി പലപ്പോഴും ഉപ്പ് തളിക്കുന്ന ഒരു അനുഭവമുണ്ട്, ഉപ്പ് കല്ലുകൾ വിതറുന്ന അനുഭവമുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വെക്കാൻ ലഭിക്കണം. In some area, the poisonous plants will be there. He will look at that, whether any poisonous plants are there. He will remove that and make sure that very good feed is available for his sheep. ചില സ്ഥലങ്ങളിൽ വിഷമുള്ള ചില ചെടികൾ കണ്ടേക്കാം. ഈ ഇടയൻ പോയി സൂക്ഷ്മതയോടെ അവയെ പരിശോധിച്ച് അവയെ പറിച്ച് മാറ്റിക്കളഞ്ഞിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അത് ഒരുക്കുകയാണ്. So a good shepherd will make sure that nothing is lacking for his sheep and everything is available for the sheep. നല്ല ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ആ ഇടയൻ ഉറപ്പ് വരുത്തുന്നത് ഈ ആടിന് യാതൊന്നിനും കുറവ് വരുത്തരുത്, ഏറ്റവും നന്നായിട്ടുള്ളത് നന്നായി ഉണ്ടാകണം. Heavenly Father, God has promised to the nation of Israel, I am going to take you, I am going to give you a land flowing with the honey and milk. സ്വർഗസ്വനായ പിതാവ് ഇസ്രായേൽ ജനത്തിനെ കരുതിയത്, ഈ ദൈവം അവർക്ക് നൽകിയത്, ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന ദേശം എന്നത് തേനും പാലും ഒഴുകുന്ന ദേശമാണ്. Once when I was reading these passages in my childhood, I used to remember that if I go to Palestine, everywhere the milk is flowing. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചിരുന്നത് പലസ്തീൻ നാട്ടിലേക്ക് ചെന്നാൽ എല്ലായിടത്തും പാൽ ഒഴുകി വരുന്ന അനുഭവം ഉണ്ടായേക്കാമെന്ന്. But we know that when you go there, you understand it's a semi-desert area. It's not the milk is not flowing there. നമുക്ക് അവിടെ ചെന്നാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏതാണ്ട് മരുഭൂമി പ്രദേശത്തിന്റെ ഒരു അനുഭവമാണ് അവിടെ ഉള്ളത്. അവിടെ പാലൊന്നും അങ്ങനെ ഒഴുകി വരുന്നത് കാണുവാൻ കഴിയുന്നില്ല. But let me tell you, that is the area, that land is called, geographically called as the Fertile Crescent. Those who study the geography, they will know that it is called the Fertile Crescent. അവയെ ഭൂമിശാസ്ത്രപരമായി പഠിക്കുന്നവർക്ക് അറിയുവാനായിട്ട് കഴിയും. ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഫെർട്ടൈൽ ക്രസന്റ് എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. This particular place actually the most fertile area on the surface of the earth. ഭൂമിയുടെ പ്രതലത്തിൽ തന്നെ ഏറ്റവും അധികം ഫലഭൂയിഷ്ഠിയുള്ള സ്ഥലമായി ഈ സ്ഥലം ഇരിക്കുന്നു. And God decided that God will give that land to the people of Israel. ദൈവം തീരുമാനിച്ചതാണ് ആ പ്രദേശം തന്റെ ജനമായ ഇസ്രായേലിന് ദൈവം നൽകുന്നു. And what does it mean by a land flowing with the milk and honey? ഈ പാലും തേനും ഒഴുകുന്ന ദേശം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Actually, it means it's a land with a lot of grassland, and so that the sheep can feed upon it. അതിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്നുള്ളത് അവിടെ ധാരാളം പച്ചപ്പുൽപ്പുറങ്ങളുണ്ട്, ആടിന് ധാരാളം മേയുവാനിടമുണ്ട്. Normally, this particular terminology used by the shepherds is a shepherding language. ഇത് ആട്ടിടയന്മാരുടെ ഒരു ഭാഷാ പ്രയോഗമാണ്. And when the grass is there sufficiently, the sheep can feed upon the grass and it will produce abundant milk. ധാരാളം പച്ച പുല്ലുള്ളപ്പോൾ ആടിന് ധാരാളം ആഹാരമുണ്ട്, അവ ധാരാളം പാൽ ഉൽപ്പാദിപ്പിക്കും. So that is why a land flowing with the milk means a land full of greenery, the grassland. പാൽ ഒഴുകുന്ന ദേശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പച്ചപ്പുല്ല് നിറഞ്ഞ ഒരു ദേശം എന്നുള്ളതാണ്. And when there is a grass, definitely flowers will be there. തീർച്ചയായും പുല്ലുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാകും. And if flowers are there, honeybee will be there. പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും തേനീച്ചകൾ അവിടെ വരും. And if honeybee is there, definitely honey will be there. തേനീച്ച ഉണ്ടെങ്കിൽ തീർച്ചയായും തേനും ഉണ്ടാകും. So when you read and understand a land with the milk and honey, flowing with the milk and honey means it is a grassland where lot of feeding can happen for the sheep. പാലും തേനും ഒഴുകുന്ന ദേശം എന്നുള്ളത് കൊണ്ട് അത് നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതിന് പച്ചപ്പുല്ല് നിറഞ്ഞ ഒരു അനുഭവം, പച്ചപ്പുല്ല് നിറഞ്ഞ ഒരു ദേശം, അവിടെ പാലും തേനും ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. God has promised that land to the people of Israel. ഇസ്രായേൽ ജനത്തിന് ദൈവം ആ ദേശമാണ് വാഗ്ദാനം ചെയ്തത്. And
in our case also, God provided all the needed thing for us. Abundance of food is available for us to feed upon. ആ ദൈവം നമ്മുടെ കാര്യത്തിലും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം ആഹാരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. Yes, the spiritual food is available for us. We can feed നമുക്ക് upon. ആത്മീയമായ ആഹാരം ധാരാളമായി ദൈവം നൽകിയിരിക്കുന്നു. So we have seen 4 things which is essential for a sheep to lie down on a green pasture. ആ ഒരു ആടിനെ പച്ചപ്പുൽപ്പുറത്ത് സ്വസ്ഥമായി കിടക്കുവാൻ ആവശ്യമായ 4 കാര്യങ്ങളാണ് നാം ശ്രദ്ധിച്ചത്. It should be free from fear. ഭയത്തിൽ നിന്ന് അവൻ മുക്തനായിരിക്കണം. It should be free from flies. ആ ഈച്ചകളിൽ നിന്ന്, പ്രാണികളിൽ നിന്ന് അവൻ മുക്തനായിരിക്കണം. It should be free from friction. സംഘർഷാവസ്ഥകളിൽ നിന്ന് അവൻ മുക്തനായിരിക്കണം. It should be free from famine. ക്ഷാമത്തിന്റെ അനുഭവത്തിൽ നിന്ന് അവൻ മുക്തനാകണം. So in the verse he says that he maketh me to lie down in green pasture means all these things are included under that. ഈ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്ന് ആ വാക്യശകലത്തിൽ എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. Yes, my shepherd provides all my needs so that I can lie down on a green pasture. എന്റെ ഇടയൻ എനിക്ക് ആവശ്യമായ ഈ കാര്യങ്ങളൊക്കെ നൽകുന്നത് കൊണ്ട് എനിക്ക് പച്ചപ്പുൽപ്പുറത്ത് സ്വസ്ഥമായി കിടക്കുവാൻ കഴിയുന്നു. The next verse says that he maketh me to lie down on green pasture and he leadeth me towards the still waters. തുടർന്നുള്ള ഭാഗത്ത് നാം വായിക്കുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. Yeah, he leadeth me beside the still waters. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. That is another thing the shepherd provides to the sheep. ആ ഇടയൻ ആടുകൾക്ക് നൽകുന്ന മറ്റൊരു കാര്യമാണത്. Yeah, we know that the water is very, very essential for every animal. എല്ലാ മൃഗങ്ങൾക്കും വെള്ളം വളരെ അത്യാവശ്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. 70% of our body, including the sheep, also even our body, also human body, also more than 70% around it is composed of water. മനുഷ്യ ശരീരത്തിൽ എന്നതുപോലെ തന്നെ ആടിന്റെയും ശരീരത്തിന്റെ ഏതാണ്ട് 70% വെള്ളമാണ്. For proper metabolism and well-being of the animal, this water is very, very important. നമ്മുടെ ആടിനും നമുക്കുമൊക്കെ നന്നായി ദഹന പ്രക്രിയ നടക്കേണ്ടതിനും നാം നന്നായിരിക്കേണ്ടതിനും ധാരാളം വെള്ളം ആവശ്യമാണ്. We know we always feel thirsty, and thirst is an indicator that there is a need of water for the body. പലപ്പോഴും നമ്മൾ ദാഹിക്കുന്നതിന്റെ കാരണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മുന്നറിയിപ്പാണ്. And the sheep normally thrives more. They are growing. They are more available in a semi-arid country, maybe a little dry area. പലപ്പോഴും ആടിനെ വളർത്തുന്നത് കുറച്ചുകൂടെ ഉണക്കുള്ള പ്രദേശത്താണ്, ഉണക്ക പ്രദേശങ്ങളാണ്. You know, in Kerala we have a continuous rain. About 6 months we have rain. Maybe that is the reason why there is no sheep rearing in Kerala. കേരളത്തിൽ ഒരു പക്ഷേ 6 മാസത്തോളം നമുക്ക് മഴയുള്ളത് കൊണ്ടായിരിക്കാം ഈ ചെമ്മരിയാടുകളൊന്നും വളർത്തുവാനായിട്ട് നമുക്കൊരു സാവകാശം അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്തത്. But in the Himalayan region, in Rajasthan and all these states, there are a lot of sheep farming is there. ഹിമാലയൻ ദേശങ്ങളിൽ അല്ലെങ്കിൽ രാജസ്ഥാനിലൊക്കെ ധാരാളം ചെമ്മരിയാടുകളെ വളർത്തുന്ന അനുഭവമുണ്ട്. In many of the Indian states, a lot of sheep farming is taking place. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആട് വളർത്തലുണ്ട്. But in Kerala we don't have that. കേരളത്തിൽ നമുക്ക് അത് ധാരാളമായിട്ട് കാണുന്നില്ല. You know, the man is a spiritual being, so he also has a deep desire to have the communion with God. മനുഷ്യൻ ഒരു ആത്മീക ജീവി ആയതുകൊണ്ട് അവന്റെ ഉള്ളിൽ രൂഢമായിരിക്കുന്ന ഒരു ചിന്താഗതി എന്നുള്ളത് ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ്. Psalm 22 verse 1 we see that desire of the deer we see there. നമുക്ക് ആ രീതിയിൽ 22-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ആടിന്റെ അനുഭവം നമുക്ക് അവിടെ മാൻപേടയുടെ അനുഭവം കാണുവാനായിട്ട് കഴിയും. Yeah, Psalm 42 verse 1 it says that as a deer pants after following a stream, so pants my soul for you, O God. 42-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നതും മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നാണ്. So there is an inner thirst for man to have communion and fellowship with God. ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനുള്ള വലിയൊരു ആഗ്രഹം മനുഷ്യന്റെ ഉള്ളിലുണ്ട്. And that desire is called water, that desire to have water. ആ ഒരു വലിയൊരു ആഗ്രഹമാണ് വെള്ളം കുടിക്കുവാനുള്ള ആഗ്രഹമായി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. If the sheep is led by not in a proper way, it will drink polluted water.
ആ ആടിനെ നന്നായി നടത്തുന്ന ഒരു അനുഭവമില്ലെങ്കിൽ കലക്കവെള്ളം അത് കുടിക്കുവാനുള്ള സാധ്യതയുണ്ട്. And Peter is warning about that. He says that you should not drink a polluted milk. You should have pure milk for your drink. പത്രോസ് ആ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുന്നു. നിങ്ങൾ മലിനമായ പാൽ കുടിക്കരുത്, നിങ്ങൾ നന്നായിരിക്കുന്ന പാലാണ് കുടിക്കേണ്ടത്. And we see that if the sheep is drinking polluted water, it will be infected with so many parasites. ആട് മലിനമായ ജലം കുടിച്ചാൽ മറ്റ് പ്രാണികൾ അവയെ ആക്രമിക്കുവാനുള്ള വലിയ സാധ്യതകളുണ്ട്. So the pure water should be provided for the sheep. ആടിന് നല്ല ശുദ്ധമായ വെള്ളം കൊടുക്കേണ്ടത് ആവശ്യമാണ്. And Jesus stood and Christ said, Jesus answered and said, whoever drinks of this water shall thirst again, but whosoever drinks of water that I shall give him shall never thirst again. കർത്താവായ യേശു പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവർക്കൊക്കെ പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം ജലം കുടിക്കുന്നവർക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. Yes, these are the words we are very familiar. He was speaking to the Samaritan women. സമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന ആ വാക്കുകൾ വളരെ പ്രസിദ്ധമാണല്ലോ. She was drinking the water of this world. ഈ ലോകത്തിന്റെ വെള്ളമാണ് അവൾ കുടിച്ചുകൊണ്ടിരുന്നത്. She was drinking the polluted water. അവൾ മലിനമായ ജലമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. So she was having thirst more and more. That thirst could not be quenched. ആ ദാഹം പിന്നെയും പിന്നെയും അവൾക്ക് വന്നുകൊണ്ടിരുന്നു. ആ ദാഹം ശമിപ്പിക്കുവാനായി കഴിയുന്നില്ല. Lord said, you come unto me, I will give the living waters that will never thirst again. കർത്താവ് അവളോട് പറഞ്ഞത്, നീ എന്റെ അടുത്തേക്ക് വരിക, ഞാൻ ജീവജലം നിനക്ക് നൽകാം, അത് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. Lord Jesus Christ in Matthew chapter 5 verse 6 that blessed are they who do thirst after righteousness, for they shall be filled. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ഒരിക്കലും അവർക്ക് ഇനി ഒരിക്കലും ദാഹിക്കും. Believers, we need to have a thirst to have communion and fellowship with God. പ്രിയ വിശ്വാസികളെ, നമ്മുടെ കർത്താവിനോട് കൂട്ടായ്മ പുലർത്തുവാനുള്ള വലിയൊരു ആഗ്രഹവും ദാഹവും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. That is why Jesus stood and cried and said, if any man thirst, let him come to me and drink. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്റെ അടുത്തേക്ക് വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞത്. Deep in the heart of man there is a desire to have fellowship and the communion with God. ആ മനുഷ്യന്റെ ഉള്ളിൽ രൂഢമായിരിക്കുന്ന വലിയൊരു ആഗ്രഹം ദൈവത്തോട് കൂട്ടായ്മയുടെ ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ്. Now come to the sheep. That there are 3 sources of water for the sheep. ആടിനെ സംബന്ധിച്ചിടത്തോളം ആടിന്റെ കാര്യം 3 വിധത്തിൽ അവയ്ക്ക് വെള്ളം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. Shepherd knows how to provide the proper unpolluted water to the sheep. ആട്ടിടയന് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് മലിനമാകാത്ത വെള്ളം ഈ ആടിനെ കൊടുക്കേണ്ടത് എന്ന്. Look at the 3 sources of water for the sheep generally. സാധാരണയായി ആടിന് വെള്ളം ലഭിക്കുന്ന 3 ഉറവിടങ്ങൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. Early morning the grasses are covered with the dew. അതിരാവിലെ സമയത്ത് പുൽച്ചെടികളിൽ മഞ്ഞിന്റെ നനവുണ്ടാകും. And that dew covered grass is sufficient to meet the water requirement of a sheep. ആ മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന മഞ്ഞ് പറ്റിയിരിക്കുന്ന പച്ചപ്പുല്ല് ആടിന്റെ ആവശ്യമായ വെള്ളം ലഭിക്കാൻ ആവശ്യമായ ധാരാളമാണ്. Now, second source of water is the deep wells. From the deep well, the shepherd goes and brings water and feed the sheep. രണ്ടാമത്തെ അത്തരത്തിലുള്ള വെള്ളം ലഭിക്കുവാനുള്ള സാധ്യത എന്നുള്ളത് ആഴമുള്ള കിണറുകളാണ്. അവിടെ കിണറ്റിലേക്ക് ഇടയൻ ഇറങ്ങിപ്പോയി വെള്ളം കൊടുക്കേണ്ടിയിരിക്കുന്നു. The third thing we see that the water that is flowing from the top of the mountain into the valleys. മൂന്നാമത്തെ ഒരു അത്തരത്തിലുള്ള ഉറവിടം എന്നുള്ളത് മലമുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന വെള്ളമാണ്. So these are the 3 sources of water for the sheep. പ്രാഥമികമായി ഈ 3 രീതിയിലാണ് ആടിനെ വെള്ളം ലഭിക്കുക. Look at this particular grass. You can see that this grass is completely covered by dew early morning. ഇത്തരത്തിലുള്ള പുല്ലുകളെ ശ്രദ്ധിക്കുക. അതിരാവിലെ മഞ്ഞ് നനഞ്ഞ് നന്നായി വെള്ളത്തോടെയാണ് അവ ഇരിക്കുന്നത്. This dew which is one of the most purest water. ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് ഈ മഞ്ഞിൽ ഉള്ളത്. Sometimes you might have noticed at the tip of the leaves you see that drops are there. Actually that drops are coming from within the leaves. ഈ പുല്ലിന്റെ അറ്റത്ത് ചിലപ്പോൾ നാം വെള്ളത്തുള്ളികൾ കാണും. മിക്കവാറും വെള്ളത്തുള്ളി വെള്ളം ഈ ഇലയിൽ നിന്ന് വരുന്നതാണ്. Those who know the botany they can understand it well. There's a
structure called a hydrothodium, and from the hydrothodium the water comes out, and it is these drops are like that. സസ്യശാസ്ത്രം ബോട്ടണി പഠിച്ചവർക്കറിയാം ഹൈഡ്രോത്തോഡിയം എന്നൊരു പ്രതിഭാസമുണ്ട്. ചെറിയ ആ ഇലയിൽ അത്തരത്തിൽ വെള്ളം ഊറി വരുന്ന അനുഭവമുണ്ട്. And the interesting part of it, that is the purest water. Not only that, it contains certain minerals also. ഏറ്റവും രസകരമായ കാര്യം ഏറ്റവും ശുദ്ധമായ വെള്ളമാണ്. ഇത് തന്നെയുമല്ല, അവയിൽ വളരെ ആവശ്യമായ പല ഘടകങ്ങളും അതിലുണ്ട്. And the sheep has a behavior that they get up early morning. ആടിന് മറ്റൊരു ഗുണമുള്ളത് അതിരാവിലെ എഴുന്നേൽക്കുന്നതാണ് ഈ ആടിന്റെ സ്വഭാവം. And as soon as they get up early morning, they started eating this grass. ഈ അതിരാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആട് പോയി ഈ പച്ചപ്പുല്ല് തിന്നുവാനായിട്ട് തുടങ്ങും. So this grass eating along with the dew is sufficient to meet his water requirement. ഇത്തരത്തിലുള്ള മഞ്ഞ മൂടിയിരിക്കുന്ന പച്ചപ്പുല്ല് തിന്നുന്നത് അതിനാവശ്യമായ വെള്ളം ലഭിക്കുവാനായി പര്യാപ്തമാണ്. See, for a believer, this is a very practical lesson. Early morning to have communion with God is the most refreshing effect for believer. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രായോഗികമായ ഒരു കാര്യമാണിത്. അതിരാവിലെ എഴുന്നേറ്റ ദൈവവുമായി അത്തരത്തിലുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിലായിരിക്കുക എന്നുള്ളത്. As a Malayalam, one of the hymn writers says that the person who had seen the face of the God in the early morning, he will not have any trouble during the daytime. നമുക്ക് മലയാളത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, അതിരാവിലെ കർത്താവിന്റെ മുഖം കണ്ടാൽ അന്നത്തെ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയില്ല. Yes, you begin the day by looking at the face of Jesus, and definitely that is the most refreshing day for you. കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് രാവിലെ നാം എഴുന്നേൽക്കുകയും ആ രീതിയിൽ ദിവസം തുടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ആ ദിവസം ഏറ്റവും അനുഗ്രഹകരമായ ദിവസമായിരിക്കും. You know, for us everything example is Lord Jesus Christ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും വലിയ ഉദാഹരണം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. He used to, as a human being, he used to get up early in the morning and he spent time with God the Father. ഈ ലോകത്തിൽ അവൻ ജീവിച്ചിരുന്നപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ സമയം ആ രീതിയിൽ പിതാവിനോട് ചേർന്ന് ചിലവഴിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We read that he used to get up early morning before the sunrise. അവൻ സൂര്യോദയത്തിന് മുമ്പേ രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. Yeah, Gospel of Mark is very clearly mentions about that. Gospel of Mark chapter 1 verse 35. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Yeah, and in the morning rising up a great while before day, he went out and departed into a solitary place and there prayed. That is chapter 1 verse 35. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം, അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. Of course, Jesus was a young man, isn't it? കർത്താവായ യേശുക്രിസ്തു ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയായിരുന്നു, ശരിയല്ലേ? Normally young people they sleep more, isn't it? ചെറുപ്പക്കാരാണ് കൂടുതൽ ഉറങ്ങുന്നത്. As we get older and older, the sleep pattern changes. Sleep is less. നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ഉറക്കത്തിന്റെ ആ രീതി മാറിക്കൊണ്ടിരിക്കും, നമുക്ക് ഉറക്കം കുറഞ്ഞു വരും. Children used to sleep more. That is needed. കുഞ്ഞുങ്ങൾ ധാരാളം ഉറങ്ങുന്നവരാണ്, അത് ആവശ്യമാണ്. And one of the biggest exercise for the parents is to make the children to get up in the early morning to send them school, isn't it? മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് രാവിലെ സമയത്തെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് സ്കൂളിലേക്ക് അയക്കുവാനായി ഒരുക്കുക എന്നുള്ളത്. And that is an international problem. All the parents have this problem. Make them to get up and dress them and to send for the school. ലോകത്തെല്ലായിടത്തുമുള്ള ഒരു പ്രശ്നമാണ് രാവിലെ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് ഡ്രസ് ചെയ്ത് സ്കൂളിൽ അയക്കുക എന്നുള്ളത്. I always think who makes Jesus to get up early morning? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കർത്താവിനെ ആരാണ് രാവിലെ ഉണർത്തുന്നത്? Then I understood in Isaiah chapter 50 we have a clue for that. Who makes up the Lord to get up early in the morning? യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെ ഒരു മുൻകുറി നമുക്ക് കാണുവാനായിട്ട് കഴിയും. We'll read that by Isaiah 50 verse 4. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി. രാവിലെ തോറും ഉണർത്തുന്നു. He awaketh me morning by morning. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. The heavenly Father used to tell the son, my son, it is early morning, you please get up.
സ്വർഗസ്ഥനായ പിതാവ് തന്റെ മകനോട് പറയുകയാണ്, മകനെ അതിരാവിലെയായി നീ എഴുന്നേൽക്കുക എന്ന്. And Jesus used to get up early morning before the sunrise. ആ കർത്താവായ യേശുക്രിസ്തു അതിരാവിലെ സൂര്യോദയത്തിന് മുമ്പേ അവൻ എഴുന്നേൽക്കുന്നു. And what he is doing there, he is listening the Father's voice. He said, Father, what I should do during this daytime? അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ പിതാവിന്റെ ശബ്ദം ശ്രദ്ധിക്കുകയാണ്. പിതാവേ, ഇന്ന് രാവിലെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ശബ്ദം ശ്രദ്ധിക്കുന്നു. And every word that he has to utter, everything what he has to do, the Father giving instruction to him in the early morning. അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പിതാവ് തനിക്ക് നിർദ്ദേശം നൽകുകയാണ് രാവിലെ സമയത്ത്. Look at the verse 4 and 5. That is mentioned about all. So Jesus received all the instruction for the day from the heavenly Father. 4-5 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിതാവ് തനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ അതിരാവിലെ നൽകുന്നു. So when we spend time with God, that is really refreshing our soul. നാം പിതാവായ ദൈവത്തോട് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് വളരെ നന്നായി ഉണർത്തുന്ന ഒരു അനുഭവത്തിൽ അതായി തീരും. When we are close to the Father, when we are feeding upon the God's word, that really refreshes our soul. നാം പിതാവിനോട് ചേർന്നിരിക്കുമ്പോൾ, നാം തിരുവചനം ആഹാരമായി ആഹരിക്കുമ്പോൾ അത് തീർച്ചയായും നമ്മെ ഉത്തേജിപ്പിക്കും. Start the day with reading the God's word. ഒരു ദിവസം തുടങ്ങേണ്ടത് തിരുവചനം വായിച്ചുകൊണ്ടാണ്. You know, Psalm 1, we know the beauty of a man, the blessed man. He is getting up early in morning. He is meditating the word of God day and night. We read about that. 1-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനെ കുറിച്ച് ഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. And we see that he is like a tree that is planted near the river. അവൻ ആറ്റിനകത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. And such one will not have any problem whenever the dryness comes. When drought comes, no problem for him. അത്തരത്തിലുള്ളവർക്ക് ഉണക്ക് വരുമ്പോഴോ വരൾച്ച വരുമ്പോഴോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. Yes, it is always greenery. Whatever comes, whether corona comes or anything comes, financial problem comes, he will not be dried up. He will be always greenery. അത്തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കുന്നുവെങ്കിൽ എന്നും പച്ച പിടിച്ചിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. കൊറോണ വരട്ടെ, സാമ്പത്തിക ക്ലേശങ്ങൾ വരട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, പച്ച പിടിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. I think we will read Jeremiah chapter 17 verse 8. We will read. യിരെമ്യാ പ്രവചനത്തിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കാം. യിരെമ്യാ പ്രവചനത്തിന്റെ 17-ാം അധ്യായം 8-ാം വാക്യം. Yeah, please read. He shall be like a tree planted. Yeah, read it. യിരെമ്യാ 17:8 നാം വായിക്കുന്നത്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. Yes, he will not, no problem for him. Even if there's a dry climate, he will be not dry up. He will be always green. വരൾച്ചയുടെ കാലഘട്ടം വന്നാൽ പോലും യാതൊരു പ്രശ്നവുമില്ല, അവ പച്ച പിടിച്ചു തന്നെ ഇരിക്കും. There will not be any anxiety for him. അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ആങ്സൈറ്റിയുടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. So how much time we spend in reading the God's word early morning? അതിരാവിലെ തിരുവചനം വായിക്കുന്നതിൽ നാം എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്? God is watching that. ദൈവം അത് തീർച്ചയായും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. When the sheep gets up early morning and feeding upon the grass, the shepherd also gets up early morning, and he was so happy to see his sheep is feeding. അതിരാവിലെ ആട് എഴുന്നേറ്റ് ഇത്തരത്തിൽ പച്ച പുല്ല് തിന്നുന്ന സന്ദർഭത്തിൽ ഇടയനും രാവിലെ എഴുന്നേറ്റ് അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Let me tell you, nothing in this world can satisfy you more than the word of God. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്തിൽ തിരുവചനത്തിലധികമായി നിങ്ങൾക്ക് യാതൊന്നിനും സംതൃപ്തി കൊണ്ടുവരുവാനായിട്ട് കഴിയുകയില്ല. If you read Malachi chapter 3 verse 16, മലാഖിയുടെ പുസ്തകം 3:16 നാം വായിക്കുന്നുവെങ്കിൽ, there we read that there is a book in heaven. The book name is called the Book of Remembrance. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വർഗത്തിൽ ഒരു സ്മരണ പുസ്തകമുണ്ട് എന്നുള്ളതാണ്. സ്വർഗത്തിലുള്ള ഒരു പുസ്തകത്തെ കുറിച്ച്. There are so many books in the heaven. One of the book is the Book of Remembrance. സ്വർഗത്തിൽ അനേക പുസ്തകങ്ങൾ ഉള്ളതിനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അതിലൊന്നാണ് ഈ സ്മരണ പുസ്തകം. When the believers are talking each other, God records that in this Book of Remembrance. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്ന കാര്യം യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുകയും അതിൽ എഴുതുകയും ചെയ്യുന്നു.
But we read or we stop normally up to that. But you read the second part of that verse. You last part of that. You please read that verse. പലപ്പോഴും അവിടെ നിർത്തിക്കളയുന്നു, എന്നാൽ രണ്ടാം ഭാഗം നാം ശ്രദ്ധിക്കാറില്ല. നമുക്ക് അത് മൊത്തം ഒന്ന് വായിക്കാം. യഹോവ ഭക്തന്മാർ എന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അവന്റെ നാമത്തെ സ്മരിക്കുന്ന, those who meditate upon his name, there is a book there. അവന്റെ നാമത്തെ സ്മരിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് സ്മരണ പുസ്തകം. In other words, we say that how much you are meditating upon his name early morning. അതിരാവിലെ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റെ നാമത്തെ നാം എത്രമാത്രം ധ്യാനിക്കുന്നുണ്ട്. In modern terms, we can say quiet time. How much quiet time you have with the Lord early morning? ഈ പുതിയ കാലഘട്ടത്തിൽ നാം ശാന്തസമയം എന്നതിനെ പേര് വിളിക്കാറുണ്ട്. എത്രമാത്രം ശാന്തസമയം നാം ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നു. And that God records in his book. ദൈവവചനം പറയുന്ന സ്മരണ പുസ്തകത്തിൽ ദൈവം അത് രേഖപ്പെടുത്തുകയാണ്. Yeah, today how much time you spend reading the God's word morning? ഇന്ന് രാവിലെ തിരുവചനം വായിക്കുവാനായി നാം എത്ര സമയം ചെലവഴിച്ചു? God writes there, Koshi Matthew spend half an hour by reading the God's word and meditated upon my name. അതേ ദൈവം അവിടെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്, നമ്മളെ ഓരോരുത്തരുടെയും പേരിന് നേരെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഇവൻ അരമണിക്കൂർ സമയം ചെലവഴിച്ചു. When I was speaking this, one sister came to me and told me, ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി എന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞത്, brother, my pages, most of the pages are empty, nothing will be there. പ്രിയ സഹോദര, എന്റെ മിക്കവാറും പേജുകളൊക്കെ കാലിയായിരിക്കും, എനിക്ക് അവിടെ ഒന്നും എഴുതുവാനില്ല. Brothers, you understand, there's a book of remembrance. God records what we do in this earth. പ്രിയ സഹോദരന്മാരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്തത് എന്താണ് എന്നുള്ളത് സ്മരണ പുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തി വെക്കുകയാണ്. Finally, I think time is up, but one verse we will read it. The two sins of the nation of Israel. Jeremiah chapter 2 verse 16. Please read it. We'll conclude. നമുക്ക് സമയം കടന്നുപോയല്ലോ. നമുക്ക് രണ്ട് വാക്യങ്ങൾ മാത്രം വായിച്ച് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. യെരമ്യാ പ്രവചനം 2 verse 30. 2:13. Yeah, my people have committed two evil. അവിടെ രണ്ട് ദോഷം, എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. They have forsaken me, the fountain of living waters. അവർ ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. Yes, are we not doing the same thing? നാം അത് തന്നെയല്ലേ ചെയ്യുന്നത്? We don't have time to read the God's word, the living water, the fountain of the living water. We rejected, we forsaken, and we are going after the wells or the place where there's no water. നമുക്ക് ജീവജലത്തിന്റെ ഉറവയായ തിരുവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും സമയമില്ല. നാം പൊട്ടക്കിണറുകളുടെ പുറകെ പോവുകയാണ്. Yes, the things of this world we are going after, and it can never satisfy us. ഈ ലോകത്തിന്റെ കാര്യങ്ങളുടെ പുറകെ നാം പോവുകയാണ്, അത് നമുക്ക് സംതൃപ്തി കൊണ്ടുവരുവാൻ പര്യാപ്തമല്ല. The sheep will be satisfied early morning by feeding upon the grass covered by dew. ഈ ആടുകൾ എങ്ങനെ സംതൃപ്തമാകും എന്നുള്ളത് മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന അതിരാവിലെ സന്ദർഭത്തിൽ തന്നെ ആ പച്ചപ്പുല്ല് ആഹരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. May God help us to feed upon the God's word early morning that satisfies us. നമ്മെ സംതൃപ്തമാക്കുവാൻ പര്യാപ്തമായ തിരുവചനം അതിരാവിലെ എഴുന്നേറ്റ് ആഹരിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God bless this verse to our hearts. ഈ വാക്കുകൾ മുഖാന്തരം ദൈവം നമ്മുടെ ഹൃദയങ്ങൾക്ക് അത് അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. If God willing, we'll continue our study in the next week. ദൈവഹിതമാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഈ പഠനം തുടരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. Thank you. Thank you, uncle. ദൈവനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലവും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലിരുന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവചനം പഠിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ ഇടയാക്കി തീർത്തു. പ്രത്യേക കത്തദാസനെ ദൈവം പ്രയോജനപ്പെടുത്തി. പ്രത്യേക കത്തദാസനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ജെയിംസങ്ങൾക്കും അത് പരിഭാഷപ്പെടുത്താൻ ദൈവം കൃപ നൽകിയല്ലോ, ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം കേട്ടതുപോലെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ഇടയൻ, അവൻ നമുക്ക് വേണ്ടി എല്ലാം നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ പുലർത്തുന്ന ഒരു നല്ല ഇടയനെ കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ ദേവദാസൻ ഇടയാക്കി തരുന്നു. അവസാനം നാം കേട്ടതുപോലെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അധികാരത്തെ വന്ന് കർത്താവിനെ അറിയുവാൻ, അവന്റെ സന്നിധിയിൽ ഇരുന്ന് അവന്റെ വചനം ധ്യാനിക്കുന്നവരായി തീരുവാൻ വലിയവനായ ദൈവം നമ്മളെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത ആഴ്ചയിലും ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മുടെ ക്ലാസ് തുടരുന്നതായിരിക്കും. അവസാനം പ്രിയ ജോർജ്